ഹലോ, ഇന്ന് നമുക്ക് ഒരു നേന്ത്രപ്പഴം കൊണ്ട് ഒരു അടിപൊളി ജ്യൂസി ആയിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കിയാലോ. ഇനി നമുക്ക് ആദ്യം ഒരു നേന്ത്രപ്പഴം കട്ടാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കോഴിമുട്ട ഇട്ട് കൊടുക്കുക. ഇനി ഇത് ബൗളിൽ വെച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ഒരു ബൗളിലേക്ക് 2 മുട്ടയും 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കട്ടോ. എന്നിട്ട് അതും ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മുടെ കോഴിമുട്ടയുടെ മിക്സിയിലേക്ക് ഫ്ലോർ അടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് നേരം ഒന്നും തരിക്കേണ്ട കേട്ടോ. ക്രീം കേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ തരിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ബട്ടർ പേപ്പർ വെച്ചൊരു പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള ചോക്ലേറ്റ് ഇങ്ങനെ പീസാക്കിയിട്ട് അതും ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 40 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് ബേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇതുപോലെ സ്റ്റിക്കോട് കുത്തി വയ്ക്കാൻ മതി. സൈഡൊക്കെ അങ്ങനെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ബോർഡ് വെച്ചിട്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അടിപൊളി സ്പോഞ്ചി ആയിട്ടുള്ള നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിയൊന്നും കരിഞ്ഞില്ല കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ലൊരു ജ്യൂസി ആയിട്ട് തോന്നില്ലേ. എല്ലാവരും പെട്ടെന്ന് ഉണ്ടാക്കിക്കോളി കേട്ടോ.